ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമുക്കൊരു ചെറിയ ചിന്തയ്ക്കായ ഒരു വചനം എടുത്താലോ. അതായത് മത്തായി 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് അധ്യായത്തിൻ്റെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് എന്താണ്? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കറിയാം ഈ വചനം ഇവിടെ ഉപമിച്ചിരിക്കുന്നത് എന്താണ്? സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയാണ് ഇടുക്കുവാതിലെന്നും വിശാലമായ വഴിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് വളരെ നാശത്തിലേക്ക് പോകുന്നവയാണ് അല്ലേ. എങ്കിൽ നമുക്ക് എൻ്റെ ഹൃദയത്തിൽ ഇന്നലെ പരിശുദ്ധാത്മാവ് ചെറിയൊരു ചിന്ത നൽകുവാനിടയായിത്തീരുന്നത് അത് ഈ ഒരു വചനം മാത്രം, ഇടുക്കുവാതിലൂടെ എന്ത് ചെയ്യുക? അകത്ത് കടപ്പിൻ എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം പൊതുവെ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഒരു ഇടുക്കുവാതിലൂടെ കടക്കുക എന്ന് പറയുന്നത് അല്ലേ. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തൻ്റെ ജീവിതത്തിലും ആയിക്കൊള്ളട്ടെ, സ്തോത്രം, ഒരു ഞെരുക്കത്തിലൂടെ പോവാൻ, ഒരു ഇടുക്കിലൂടെ പോവാൻ ആർക്കും ഇഷ്ടമില്ല. ഈവൻ വിശ്വാസികളായിക്കൊള്ളട്ടെ, ഈ പ്രസംഗിക്കുന്ന എനിക്കായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നമ്മൾ ആർക്കും, വിശ്വാസികൾക്ക് പോലും നമ്മളും പൊതുവെ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ എല്ലാവർക്കും എന്താണ്? ഒരു വിശാലതയാണ് അല്ലേ. ഒരു വിശാല വാതിലൂടെ കടക്കാനാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് പറയാണ് ഇടുക്കുവാതിലൂടെ എന്ത് ചെയ്യുക? അകത്ത് കടപ്പിൻ. ഈ അകത്ത് കടക്കുക എന്ന് പറയുന്നത് എന്താണ്? സ്വർഗരാജ്യത്തിൽ കടപ്പിൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതല്ലോ. സ്തോത്ര. നമുക്കറിയാം പൊതുവെ നമുക്കറിയാം വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിലും എന്താണ്, അവർക്ക് വിശാലമായ വഴിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. ഹൈവേയിലൂടെയൊക്കെ പോകുന്നവരോ പിന്നെ അവരെന്ത് ചെയ്യുക? അതിലേ പോവുകയുള്ളൂ. പിന്നെ അതിലൊരു ഇടുക്ക് വാതിലുണ്ടെങ്കിൽ ആരും ഇഷ്ടപ്പെടുകയില്ല ആ വഴിയിലൂടെ പോകാൻ അല്ലേ. ഹൈവേ തന്നെ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതുപോലെ തന്നെ ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പം നമ്മളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ ഒരിടത്ത് പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഈ വണ്ടി അവിടം വരെ, അവരുടെ വീടിൻ്റെ മുറ്റത്ത് വരെ ചെല്ലുമോ? സ്തോത്രം. കാരണം നമുക്കാണെങ്കിലും പൊതുവെ എന്താണ്, എല്ലാം വിശാലമായി വേണം അല്ലേ എന്നൊരു മനോഭാവമാണ് നമുക്ക് പലപ്പോഴും. സ്തോത്രം. പക്ഷെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഇടുക്കുവാതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടപ്പാൻ കഴിയുകയുള്ളൂ. അതായത് ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളുടെ അനുഭവങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ പണിയപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ചില ഇടുക്കത്തിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന സകലതും, അതായത് എന്ത് ചെയ്യുന്നത്, പുറത്തു വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുകയും നമ്മൾ പണിയപ്പെടുകയും ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഒരു ഇടുക്കുവാതിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ ആത്മീയപരമായി ചിന്തിച്ച ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ വിശ്വാസികൾ ആരും പൊതുവെ എന്ത് ചെയ്യത്തില്ല, നമ്മളാണെങ്കിലും എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടുകയില്ല. ഞെരുക്കം വരുന്നതേ ഇഷ്ടമില്ല ആർക്കും അല്ലേ. കഷ്ടത വരുമ്പോഴേ മടുത്തു പോകുന്നൊരു അനുഭവം, അല്ലെങ്കിൽ കഷ്ടത വേണ്ട എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ദൈവവചനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്തോത്രം, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിന്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ഇടുക്കങ്ങൾ, ചില ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ അതിലൂടെ പോവാൻ ദൈവത്തോട് നമ്മൾ കൃപകൾ ചോദിക്കണം. അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. കർത്താവെ, ഈ ഇടുക്കുവാതിലൂടെ നടക്കുവാൻ, ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഈ ഞെരുക്കത്തിൻ്റെ ഇടുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ നടക്കുവാൻ, അല്ലെങ്കിൽ ജീവിക്കുവാൻ എനിക്ക് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൃപ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുക. നമുക്കറിയാം ഈ വിശുദ്ധ വേദ പുസ്തകം പഠിക്കുമ്പോൾ ഇതിനുള്ള എല്ലാ വിശ്വാസികളും, അല്ലെങ്കിൽ ഇതിനുള്ള എല്ലാ ഭക്തന്മാരും എന്താണ്? വളരെ ഞെരുക്കത്തിലൂടെ സഞ്ചരിച്ചവരാണ് തങ്ങളുടെ ജീവിതത്തിൽ അല്ലേ. അനവധി സ്തോത്രം ഇടുക്കുവാതിലുകൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നവരാണ് നമ്മൾ സ്തോത്രം ഈ വചനത്തിൽ വായിക്കുക, അല്ലെങ്കിൽ ഈ ബൈബിൾ വേദ പുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവരൊക്കെ എന്ത് ചെയ്തില്ല? ജീവിതത്തിൽ പട്ടുപോയോ? ഇല്ല. അവരെത്തേണ്ട സ്ഥാനത്ത് ദൈവം അവരെന്ത് ചെയ്ത് എത്തിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഇടുക്കുവാതിലൂടെയാണ്
സ്തോത്രം ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. ഹല്ലേലൂയ. സാമ്പത്തികമായ ഞെരുക്കം, ഹല്ലേലൂയ. സ്തോത്രം ജോലി സംബന്ധമായ ഞെരുക്കങ്ങൾ, എത്ര അധ്വാനിച്ചിട്ട് ഒന്നും തികയാത്ത അനുഭവം, എങ്ങും ഒരു വിശാലതയില്ലാത്തൊരു അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം ഒരു ഞെരുക്കം, 4 ചുറ്റുപാടും ഞെരുക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നത് എങ്കിൽ ഇന്ന് പൽക്കാലം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഇടുക്കുവാതിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ ചെല്ലുവാൻ കഴിയത്തുള്ളൂ? സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾക്കറിയാം, വിശ്വാസികളാണ് നമ്മൾ പേരുകളിൽ പോലും പലപ്പോഴും നമ്മൾ ആരും എന്ത് ചെയ്തില്ല, തിരഞ്ഞെടുക്കുവാൻ പൊതുവെ ആഗ്രഹമില്ല ആർക്കും. എല്ലാവർക്കും എന്താണ്? ഈ ഒരു ഭൂമിയിൽ സ്തോത്രം വിശാലമായൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പണത്തിന് പണം, വസ്ത്രത്തിന് വസ്ത്രം, ഹല്ലേലൂയ. സ്തോത്രം എല്ലാത്തിനും, ഭക്ഷണത്തിന് ഭക്ഷണം, എന്തൊക്കെയുണ്ട് അതെല്ലാം അത്യാവശ്യമല്ല, ആവശ്യത്തിലധികം വേണമെന്ന് സ്തോത്രം ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഭയങ്കരമായൊരു വിശാലതയെ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്, അല്ലേ? പക്ഷെ കർത്താവായ യേശുക്രിസ്തു അപ്പോൾ ആ ഒരു വിശാലത, ഭയങ്കരമായ വിശാലതയോട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി രുചിച്ചറിയുവാൻ കഴിയുകയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കുറയുക, നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യുന്ന അകന്നു പോകുന്നവരായി തീരുക. എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു ഞെരുക്കം വന്നോളട്ടെ, ഒരു ഇടുക്കിലൂടെ അല്ലെങ്കിൽ നീ സഞ്ചരിക്കുന്ന ഒരു പൈതലാണെങ്കിൽ നീ എന്ത് ചെയ്യും? ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായിട്ടില്ല. ആ ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്നു മാത്രമേ, കർത്താവെ ഈ ഇടുക്കുവാതിലുകൾ, ഞെരുക്കങ്ങൾ വന്നോട്ടെ, ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നോട്ടെ, അവിടെയാണ് നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ അറിയുവാനും ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച് ഹല്ലേലൂയ സ്തോത്ര സ്വർഗരാജ്യത്തിൽ എന്നൊരു സ്വർഗരാജ്യം നമുക്കുണ്ട്, അതിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, പൊതുവെ നമ്മൾ ഓരോരുത്തരും വിശ്വാസികൾക്ക് എന്തുണ്ട്? വളരെയധികം ഭാരങ്ങളുള്ളവരാണ് നമ്മളല്ലേ. പലപ്പോഴും നമുക്ക് എന്തുണ്ട്? പ്രയാസങ്ങൾ എല്ലാം ജീവിതത്തിലാണ്. അപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നവരാണ്. പക്ഷെ ഒന്ന് ഓർക്കുക, ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ഒരു കഷ്ടതയിലൂടെ അല്ലെങ്കിൽ ഒരു ഞെരുക്കമൊക്കെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പൂർണ്ണമായി ദൈവസന്നിധി പണിയപ്പെടുകയുള്ളൂ. പൂർണ്ണമായി ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പുള്ളവരാകുകയുള്ളൂ, വിശ്വാസത്തിൽ ഉറക്കുകയുള്ളൂ. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനം ഇപ്രകാരം, നമ്മൾ ഈ ഒരു വചനം മാത്രം ഓർത്താൽ മതി. അതായത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ നിന്നോടുകൂടി ഇരിക്കും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, നിങ്ങൾ സഞ്ചരിക്കുന്ന വളരെ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. ഹല്ലേലൂയ. സ്തോത്ര. അതായത് ചുറ്റുപാടും പ്രയാസത്തിൻ്റെ നടുവിലാണ്. ഹല്ലേലൂയ. സാമ്പത്തികമായും ഭൗതികമായും ജോലി സംബന്ധമായും രോഗമായിട്ടും പല രീതിയിൽ ഹല്ലേലൂയ തലമുറകളുടെ വിഷയങ്ങളായിക്കോട്ടെ, 4 ചുറ്റുപാടും സ്തോത്രം നീ വളരെ വേദന എന്ന ആ ഇടുക്കുവാതിലൂടെ, രോഗമെന്ന ഇടുക്കുവാതിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് എങ്കിൽ അവിടെ നീ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ മാത്രം നീ ചോദിച്ചാൽ മതി. നമുക്കറിയാം, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്, അല്ലേ? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. ഇപ്പം നമ്മളോടുകൂടെ ആരുണ്ട്? ദൈവമുണ്ട്. നമ്മുടെ കൂടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നീ ഏത് ഇടുക്കുവാതിലൂടെ നടന്നാലും, നീ ഏത് ഞെരുക്കത്തിലൂടെ സഞ്ചരിച്ചാലും അവിടെയെല്ലാം ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്ന വാഴ്ത്തത്വം ചെയ്ത ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വാഴ്ത്തത്വം ചെയ്ത ദൈവം എന്താണ്? വിശ്വസ്തനായിരിക്കുക എന്ന് പൽക്കാലം ആ ഒരു വിശ്വാസത്തെ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് എന്ത് ചെയ്യും? ഈ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഒരു വിശാലത നൽകി നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഇടുക്കുവാതിലുകളെ ഓർത്ത് എന്ത് ചെയ്യേണ്ട? നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ ആ ഇടുക്കുകളെ മാറ്റുവാൻ, ശക്തീകരിക്കുവാൻ, നമുക്ക് ബലം നൽകുവാൻ, നമ്മളെ നാൾക്കുനാൾ സ്തോത്ര ദൈവസന്നിധിയിൽ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ശക്തനായവനായ കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ കഷ്ടകാലത്ത് മതിയായവനാണ്. ഹല്ലേലൂയ. അവൻ രോഗ അവസ്ഥയിൽ നമ്മുടെ എല്ലാ കിടക്കുകളെ മാറ്റിവിരിക്കുവാൻ കഴിയുന്നവനാണ്. സ്തോത്ര. നിന്റെ ഭാരങ്ങളെ മാറ്റി നിനക്ക് ആനന്ദത്താൽ നിറയ്ക്കുവാൻ
കഴിയുന്ന ഒരു ദൈവത്തെയാണ്. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. സ്തോത്ര. ഞെരുക്കങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ ഒരിക്കലും നമ്മളോടുകൂടെ ചിലപ്പോൾ ഇരുന്നെന്ന് വരികയില്ല, നമ്മുടെ ഒപ്പം ഉണ്ടായെന്ന് വരികയില്ല, അല്ലേ? നമുക്കറിയാം, യോബിൻ്റെ ജീവിതം എടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു ഇടുക്കുവാതിലൂടെ താൻ കടക്കേണ്ടി വന്നു തൻ്റെ ജീവിതത്തിൽ. സ്തോത്ര. അന്നേരം എന്ത് ചെയ്യുന്നു? സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ, അല്ലേ? പിറുപിറുക്കുന്ന ഒരവസ്ഥ വന്നു. ഹല്ലേലൂയ. എങ്കിൽ ആ ഇടുക്കുവാതിലിൻ്റെ നടുവിൽ എന്ത് ചെയ്തു? നമുക്കറിയാം, അവിടെ ഇയ്യോബ് ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ കഴിഞ്ഞതുപോലെ. ഹല്ലേലൂയ. സ്തോത്ര. ആ ഇടുക്കുവാതിലിൻ്റെ നടുവിൽ ദൈവത്തെ പൂർണ്ണമായി താൻ എന്ത് ചെയ്തു? മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ ഇടയായി തീർന്നു. തൻ്റെ കഷ്ടതയ്ക്ക് ദൈവം എന്ത് ചെയ്തു? ഒരു അടിവര ഇടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ ഇടുക്കുവാതിലിൻ്റെ നടുവിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്ര. അതുകൊണ്ട് ഒന്നോർക്കുക, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഞെരുക്കങ്ങൾ, ഇടുക്കുവാതിലുകളിൽ തകർന്നു പോകരുത്. ഹല്ലേലൂയ. അവിടെ നീ നിലവിളിക്കുകയാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ കരം നിന്നെ എന്ത് ചെയ്യും? ബലപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അതാണ് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നീ എവിടെ പോയാലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും സ്തോത്ര, നിന്നോടൊപ്പം ഇരിക്കുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ നാളുകളിൽ ഒന്നോർക്കുക, ഇടുക്കുവാതിലുകൾ ജീവിതത്തിൽ വരുമ്പോൾ അത് നിൻ്റെ കഷ്ടതയ്ക്കല്ല, നിന്നെ വളർത്തുവാനാണ്, നിന്നെ പണിയപ്പെടേണ്ടതിനാണ്. സ്തോത്ര. പുത്തൻ കൃപാവരങ്ങളെ നൽകേണ്ടതിനാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? ദൈവസന്നിധി തന്നെത്താൻ താഴ്ത്തി കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൽ പ്രത്യാശയുള്ളവരായി നമുക്കിരിക്കുക. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.